ഇടപാടുകാരനെ ഭീഷണിപ്പെടുത്തി 6 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട മാവേലിക്കര കാനറ ബാങ്കിന്റെ കൺകറന്റ് ഓഡിറ്റർ വിജിലൻസ് പിടിയിൽ. കാട്ടാക്കട സ്വദേശി സുധാകരനാണ് പിടിയിലായത്. കാനറ ബാങ്കിന്റെ മാവേലിക്കര ബ്രാഞ്ചിലെ കൺകറന്റ് ഓഡിറ്ററായിട്ടുള്ള സുധാകരൻ എന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ഞങ്ങൾ വിജിലൻസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിലെ പരാതിക്കാരൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലോൺ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള രേഖകൾ ശരിയല്ല, ആ ലോണിന് പ്രശ്നമുണ്ടാക്കും, NPA ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ട് കൊടുക്കാതിരിക്കണമെങ്കിൽ കൈക്കൂലി തരണം എന്ന് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരാതിക്കാരനോട് ആവശ്യപ്പെട്ടു. 6 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിനോട് കൈക്കൂലി ആവശ്യപ്പെട്ടത്. നവമി ദിനേശാണ്. നവമി, എന്താണ് ഈ സംഭവം? മാവേലിക്കര കാനറ ബാങ്കിലെ കൺകറന്റ് ഓഫീസറാണ് ഈ പിടിയിലായിട്ടുള്ള കാട്ടാക്കട സ്വദേശി സുധാകരൻ. ഇത് ഇടപാടുകാരൻ, അതായത് ഈ പരാതിക്കാരനിൽ നിന്നും 6 ലക്ഷം രൂപയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഇതിൽ 10,000 രൂപ ഗൂഗിൾ പേ വഴി അക്കൗണ്ടിലേക്കും ബാക്കി പണമായി കയ്യിലേക്കും നൽകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്ന് ആദ്യഘട്ടം എന്നോണം 50,000 രൂപ കയ്യിൽ നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഇത് പരാതിക്കാരൻ വിജിലൻസ് ഓഫീസറെ വിളിച്ച് വിവരം അറിയിച്ചു. വിജിലൻസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഈ കൈക്കൂലി നൽകുന്നതിനിടയിലാണ് ഇയാളെ പിടികൂടുന്നത്. ഇത് മാത്രമല്ല, പല തരത്തിലും ആളുകളിൽ നിന്നും ഇയാൾ ലക്ഷങ്ങൾ തട്ടിയതായും വിജിലൻസിന് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിരുന്നു. അത്തരത്തിലുള്ള രേഖകളും വിജിലൻസിന് കണ്ടെത്താൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഈ പരാതിക്കാരന്റെ അക്കൗണ്ടുകൾ, ഈ ബാങ്കിൽ സമർപ്പിച്ച അക്കൗണ്ടുകളിൽ പലതരത്തിലുള്ള ക്രമക്കേടുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ ചില അവ്യക്തതകൾ ഉണ്ടെന്ന് കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഈ പരാതിക്കാരനിൽ നിന്നും പണം തട്ടാൻ ശ്രമിച്ചത്. ഈ എത്രയും വേഗം ഈ പണം നൽകിയില്ലെങ്കിൽ NPA ആക്ട് പ്രകാരം ഈ അക്കൗണ്ടുകളിലേക്ക് നടപടി ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇയാൾ പണം തട്ടിയതെന്നാണ് വിജിലൻസ് പറയുന്നത്. എന്തായാലും വിജിലൻസ് SP മാധ്യമങ്ങളെ കണ്ടാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് നവമി ദിനേശ് നൽകിയത്.